ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം ഏകദേശം 5:45. പിന്നെ എന്താ രാവിലെ എഴുന്നേറ്റേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ വീക്കെൻഡ്സിൽ താമസിച്ച് എഴുന്നേൽക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇന്ന് എന്തോ ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നേരത്തെ എഴുന്നേറ്റാൽ ഒന്നൊന്ന് മോർണിംഗ് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനന്ന് റെഡിയായി. എന്നിട്ട് പതുക്കെ താഴേക്ക് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഫ്രണ്ടിലോട്ട് വന്നു. ഇതാണ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആക്ച്വലി ഒരുപാട് പേര് രാവിലെയും വൈകിട്ടും നടക്കാൻ ഇറങ്ങും. അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. കാണുന്നതാണ് ഡോഗ് സ്ക്വാഡ്. ഇവിടെ ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഇവിടെ ആക്ച്വലി ഈ സമയത്ത് ഡോഗ്സിനെ കാണുന്നതാണ്. മേ ബി ഞാൻ നേരത്തെ ആയിരുന്നു ഉണ്ടാവാം. ഇത് ആക്ച്വലി കിൻഡർ ഗാർഡൻ ആണ്. ഇവിടെ ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞ് ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കിൻഡർ ഗാർഡൻ ആണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാഡ്മിൻ്റൺ കോർട്ട്. ഇവിടെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും കളിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പുറത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഉള്ള ക്ലൈംബ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കാണാം. നല്ലൊരെണ്ണം, നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനിയും പുറത്തേക്ക് പോകുന്ന ഒരു റൂട്ടും കൂടെ ആണിത്. ഇനിയും ഇതുവരെയാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇത് വന്നിട്ട് പൂജപ്പുര ടു ജഗതി പോകുന്ന റൂട്ടാണ്. ഇതാ ഞാനിപ്പോൾ കാണിക്കുന്ന കൈ വെച്ചേക്കുന്ന അവിടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. സോ ഇതാണ് റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ പൂജപ്പുര റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ പേര് അൻവർ ഗാർഡൻസ് എന്നാണ്. ഇവിടെ ആക്ച്വലി ഞാനിവിടെ ഒരു 5 വർഷമായിട്ട് പോലും ഇവിടുത്തെ ഏതൊക്കെ ബ്ലോക്ക് എവിടേക്കാണെന്ന് എനിക്കിതുവരെ അറിയില്ല. അപ്പോൾ ടൈം ഏകദേശം 6:40 ആയി.